നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മീനമാസം 22-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 5-ാം തീയതി രവിവാരം, ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. ഞായറാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:24-നും അസ്തമയം വൈകിട്ട് 6:32-നുമാകുന്നു. നാളെ കറുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാകുന്നു, നാളെ 12 മണി വരെ. അപ്രകാരം തന്നെ നാളത്തെ കരണവും വളരെ ദുർബലമായ മോശപ്പെട്ട വിഷ്ടികരണമാണ്. വിഷ്ടികാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഗുണകരം ആകാറില്ല. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ നാളത്തെ വിഷ്ടി സമയം ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലമല്ല. നാളെ 12 മണി കഴിഞ്ഞാൽ ചതുർത്ഥി തിഥിയാണ്, രിക്താതിഥിയാണ്. അതും ഗുണമില്ലാത്ത തിഥിയാണ്. വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും രിക്താതിഥി, ഒഴിഞ്ഞ തിഥി സമ്പത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയില്ല. 3 തിഥികളാണ് ഒഴിഞ്ഞ തിഥികൾ. ഒന്ന് ചതുർത്ഥി, മറ്റൊന്ന് നവമി, മറ്റൊന്ന് ചതുർദശി. നാളത്തെ നക്ഷത്രവും അങ്ങേയറ്റം ശുഭകാര്യങ്ങൾക്കൊന്നും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. തലേന്നാൾ ഞാൻ പറഞ്ഞ ചോദ്യം വളരെ ഗുണമാണ്. വിശാഖം കഴിഞ്ഞാലുള്ള അനിഴവും വളരെ ഗുണമാണ്. പക്ഷേ വിശാഖം ശുഭകാര്യങ്ങൾക്ക് നാം ഒരു ആചാര്യനും പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടില്ല എന്നറിയുക. നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷ്ണു പരമായ കർമ്മങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വിഷ്ണു സഹസ്രം ജപിക്കാം, നാരായണ കവചം ജപിക്കാം. അത് അപ്രകാരം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യാവുന്നതാണ്. നാളെ ഒരു ശുഭമുഹൂർത്തം വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 9:30 മുതൽ 10:30 വരെയുള്ള സമയം അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വിഷ്ടി കാലം വരും. അപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ ഈ സമയം അത്ര അനുകൂലമല്ലെന്ന് പ്രത്യേകം തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. നമസ്തേ.